ഹിമാലയൻ ക്ലച്ച് ഒരു 7000 രൂപ വരും. അതേപോലെ എല്ലാ വണ്ടിക്കും ക്ലച്ചിന് അതിൻ്റെതായ പ്രൈസ് ഉണ്ട്. അപ്പോൾ ക്ലച്ച് ബേൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ പവർ ഉണ്ടാവില്ല, മൈലേജ് ഉണ്ടാവില്ല, പിക്കപ്പ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നേരെ മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ക്ലച്ച് അങ്ങനെ പെട്ടെന്ന് പോവില്ല. അപ്പോൾ എന്താണ് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം, അതിലെ നല്ലത്. ഇപ്പോൾ സമയം 5:30-6 മണി ആവാറായി. മെയിൻ ഇഷ്യൂ നമ്മൾ ഈ ഹാഫ് ക്ലച്ചിൽ വണ്ടി ഓടിക്കുന്നതാണ് മെയിൻ ഇഷ്യൂ. അതായത് നമ്മളിങ്ങനെ ക്ലച്ച് ഇങ്ങനെ താങ്ങി എടുക്കില്ലേ. അതായത് ഇപ്പോൾ 3ാമത്തെ ഗിയറിലാണ്, ഇപ്പോൾ 4 ഇട്ടു. ഇപ്പോൾ 4ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കണ്ട ഈ സ്പീഡിൽ വലിയില്ല. പക്ഷേ ചിലവരിങ്ങനെ 4 ക്ലച്ചൊക്കെ ഇങ്ങനെ താങ്ങി എടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക. പ്രോപ്പർ ഗിയറിൽ തന്നെ വണ്ടി ഓടിക്കുക. നന്നായി സ്ലോ ആക്കണമെന്നുണ്ടെങ്കിൽ ഗിയർ ഡൗൺ ചെയ്തെടുക്കുക. അല്ലാതെ നമ്മൾ ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക. ക്ലച്ച് എപ്പോഴും ഈ കൈ ഇങ്ങനെ വെച്ച് ഓട്ടിക്കാതിരിക്കുക. ക്ലച്ച് ഗിയർ മാറ്റി തന്നെ ക്ലച്ചിൽ നിന്ന് കൈ വിടുക. നമ്മൾ നോർമലായി വണ്ടി ഓടിക്കുക. ക്ലച്ചിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഈ ക്ലച്ചിൽ കൈ പിടിച്ച് ഓടിച്ചാൽ തന്നെ അത് തേഞ്ഞ് പോകും. അപ്പോൾ ഗിയർ മാറ്റുമ്പോൾ മാത്രം ക്ലച്ച് പിടിച്ചാൽ മതി. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ്, നമ്മൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലച്ച് നമുക്ക് സ്ലിപ്പ് ചെയ്യാതെ എടുക്കാൻ പറ്റില്ല. അതായത് അത്രയും ബമ്പർ ടു ബമ്പർ. അപ്പോൾ ആ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ട്രാഫിക് ആണെന്ന് കരുതുക. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ താങ്ങി പോവാതെ ഒരു ഫസ്റ്റിലിട്ടിട്ട് നമ്മൾ ആ ഒരു സ്പീഡിൽ പോവുക. ഫ്രണ്ടിലുള്ള വണ്ടികളെ മൂവ് ചെയ്യാൻ വിടുക. എന്നിട്ട് നമ്മൾ മെല്ലെ ഫസ്റ്റിൽ തന്നെ ആ ഒരു 20 പിടിച്ച് ഇങ്ങനെ പോവുക. ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് പോവുക. നമ്മളിങ്ങനെ ക്ലച്ച് താങ്ങി ഒപ്പം എടുത്തിട്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. അതേപോലെ പ്രോപ്പറായിട്ടുള്ള ഫ്രീ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ ക്ലച്ചിൻ്റെ ഈ ഒരു ഫ്രീ ആയിട്ടൊരു പ്ലേ കണ്ടില്ലേ, ഈ ഫ്രീ പ്ലേ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതായത് പ്ലേ ഇല്ലാതാക്കാനും പാടില്ല, അത് കൂടുതൽ പ്ലേയും പറ്റില്ല. ഇപ്പോൾ ഈ ട്രാഫിക്കൊക്കെ കണ്ട ഇവിടെ നമ്മളിപ്പോൾ സെക്കൻഡിലിട്ടിട്ട് ഈ സ്പീഡിൽ പോവുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലിട്ടിട്ട് ഈ ഒരു സ്പീഡിൽ ഗ്യാപ്പ് ഇട്ടിട്ട് പോവുക. അല്ലാതെ നമ്മളിങ്ങനെ താങ്ങി എടുക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡിലോ തേർഡിലോ ഇട്ടിട്ട് താങ്ങിയിട്ട് ഇങ്ങനെ പോകണ്ട. പ്രോപ്പർ ഗിയറിൽ പോയാൽ തന്നെ ഈ ക്ലച്ച് കറക്റ്റായി വർക്കാവും. പിന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് എൻജിൻ ഓയിൽ മാറ്റുക. കയറ്റത്തിൽ ഇപ്പോൾ നിൽക്കേണ്ട സിറ്റുവേഷൻ വന്നു, ഒരു ട്രാഫിക്കോ അല്ലെങ്കിൽ ഒരു സിഗ്നലോ എന്തെങ്കിലും ഒരു കയറ്റത്ത് വന്നു. അപ്പോൾ നമ്മൾ ക്ലച്ച് ഗിയറിലിട്ടിട്ട് ഫസ്റ്റിലിട്ടിട്ടാണ് ഇങ്ങനെ ക്ലച്ച് താങ്ങിയിട്ട് അങ്ങനെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യണ്ട. അങ്ങനെ ചെയ്തതിന് മീൻസ് വണ്ടി ഇപ്പോൾ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ കുറേ നേരം അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ന്യൂട്രലിട്ടിട്ട് ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ഗിയറിൽ തന്നെ അങ്ങനെ താങ്ങി നിർത്തണ്ട. അത് പിന്നെ ക്ലച്ച് തന്നെയാണ് ലോഡ് വരുന്നത്. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ക്ലച്ചിൻ്റെ ലൈഫ് കൂട്ടാനുള്ള ഓരോരോ ടിപ്സുകൾ. പിന്നെ അടുത്തൊരു ടോപ്പിക്കാണ് ഓവർടേക്ക് ചെയ്യുക. നമുക്ക് ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ട്. ഈ വണ്ടി നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും റൈറ്റിൽ കൂടെ തന്നെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുക. ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത് ഇപ്പോൾ ഈ മുന്നിലെ വണ്ടി റൈറ്റിലോട്ട് ഇൻഡിക്കേറ്ററോട്ട് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്യാം. പിന്നെ മെയിനായിട്ട് നോക്കേണ്ട എന്താ പറയുക, മുന്നിലെ വിഷൻ നമുക്ക് ക്ലിയർ ആയിരിക്കണം. ഞാൻ പഠിച്ചത് അതാണ്. നമ്മൾക്ക് നിങ്ങൾ റൂള് എന്താണെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ വണ്ടി റോഡ് ക്ലിയറായി കാണുന്നുണ്ടെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബേസിക് അതാണ്. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പോൾ മുന്നിൽ റോഡ് ക്ലിയറായിട്ട് കാണുന്നുണ്ടോ നോക്കുക. അതായത് വളവോ തിരിവോ ഒന്നും അല്ലാതെ കുറച്ച് ദൂരമെങ്കിലും നമുക്ക് ദൂരെ കാണുന്നുണ്ടോ നോക്കുക. എത്ര വണ്ടി പവർ ഉണ്ട്, വണ്ടി വലിച്ചിട്ട് പോകുന്നൊക്കെ പറഞ്ഞാലും അതൊന്നും കാര്യമില്ല. നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ വരുന്നവൻ നല്ല സ്പീഡിൽ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സേഫ് സ്പീഡിൽ നോക്കിയിട്ട് ഓവർടേക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അവിടെ നിന്ന് വണ്ടി വരുന്നില്ല എന്നുള്ള ഓപ്ഷനൊക്കെ ഇത് കിട്ടുമ്പോൾ മാത്രം ഓവർടേക്ക് ചെയ്യുക. വളവിലാണെങ്കിലും അതേപോലെ നല്ല കയറ്റങ്ങളുള്ള അവിടെ ചെറിയ റോഡ്, അതുപോലെ ചെറിയ ബ്രിഡ്ജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് റോഡും നമുക്ക് പറഞ്ഞു തരും, സിഗ്നൽ തരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ലൈൻസ് ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സെൻറ്ററിൽ ഇപ്പോൾ ലൈൻസ് കണ്ടില്ലേ, ഇതിങ്ങനെ ബ്രോക്കൺ ആയിട്ടുള്ള ലൈൻസാണ്. അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഓക്കെ, വണ്ടി ഇല്ല, റോഡും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാന്നാണ് ഇവിടുത്തെ റൂള്. അതേമറിച്ച് ചിലവിടെ ഇത് സ്ട്രെയിറ്റ് ലൈനായിരിക്കും. സ്ട്രെയിറ്റ് ലൈനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വണ്ടിയോ വിഷൻ ഒന്നും നോക്കണ്ടെന്ന്. ഇവിടെ റോഡിൽ സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർടേക്ക് ചെയ്യാതിരിക്കുക. അതും ചിലതിൽ 2 ലൈൻ വരും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ യെല്ലോ ആണെങ്കിൽ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ്, ഓവർടേക്ക് ചെയ്യാനേ പാടില്ല. അതായത് അങ്ങനെ നമ്മുടെ ഓരോരോ ഇൻറ്റൻസിറ്റി ലെവലാണ് അതിൽ കാണിക്കുക. സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ
ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഈ ഒരു വളവിൽ കണ്ടില്ലേ, ഇവിടെ ലൈന് കണ്ടോ, സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഈ വളവുകളൊന്നും ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ജംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കുക. ജംഗ്ഷനോ അല്ലെങ്കിൽ സീബ്ര ക്രോസോ അല്ലെങ്കിൽ പെഡസ്ട്രിയൻസ് ഒക്കെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തൊന്നും നിങ്ങൾ ഓവർടേക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ സൈൻ ബോർഡ് നോക്കണം കേട്ടോ. ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ചിലവിടെ സൈൻ ബോർഡ് ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ റിസ്ക് എടുത്തിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ചുമ്മാ സ്പീഡിൽ പോയിട്ട് എന്തിനാ. നിങ്ങൾ കൂടിപ്പോയ ഒരു 10 മിനിറ്റ് വൈകും, അത്രയേ ഉള്ളൂ. നിങ്ങൾ ചുമ്മാ ഫണ്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ റിസ്ക് എടുക്കണ്ട. നിങ്ങൾക്ക് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ട്രാക്കിലോ അല്ലെങ്കിൽ ഓപ്പൺ റോഡിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി സ്പീഡൊക്കെ എടുക്കാം. അപ്പോൾ കുഴപ്പമില്ല. അല്ലാതെ നിങ്ങൾ മര്യാദയ്ക്ക് ഓട്ടിക്കുക. ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. യൂസ് ചെയ്യാനുള്ളതാണ്. ഓവർടേക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ഇതിനൊക്കെ യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഹിമാലയൻ 440 വരുന്നുണ്ട് പറഞ്ഞിട്ട് കുറേ കണ്ടായിരുന്നു റൂമേഴ്സ് അല്ല, കുറച്ച് പേജസൊക്കെ അത് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്കറിയില്ല അത് വരുമോ ഇല്ലയോ എന്നുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഹിമാലയൻ 650 നമ്മുടെ GT 650യുടെ എഞ്ചിന് അത് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ട് അത് വെച്ച് ഹിമാലയൻ വരുന്നുണ്ടെന്നാണ് അതും പറയുന്നുണ്ടായിരുന്നു. 10 സിലിണ്ടർ, അതൊരു പ്രീമിയം സെഗ്മെൻ്റായി. പിന്നെ ഇതൊരു 450 ഇപ്പം ഉണ്ടല്ലോ. പിന്നെ അതുകൂടാതെ പിന്നെ 440 വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ആ ബേസ് ടാർഗറ്റ് പിടിക്കാനായിരിക്കും. ബേസിലുള്ളവർക്ക് ഒരു അഡ്വഞ്ചർ വണ്ടി എന്നുള്ള രീതിക്ക്. പക്ഷെ എന്നാലും 450യും രണ്ടും ക്ലോസ് ആണ് വരുന്നത്. എനിക്കും ഉറപ്പില്ല, അറിയില്ല. വന്നാൽ നന്നായി. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ സെക്കൻഡ്സ് എടുക്കുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്ന നോക്കിയിട്ട് എടുത്താൽ മതി. ഒരു 6 മാസം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഒരു കൺഫർമേഷൻ കിട്ടും. ചിലപ്പോൾ നല്ല സ്പൈ ചെയ്യുന്നതിൻ്റെ ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ വരും. വണ്ടി വന്നാൽ കൊള്ളാം, കുഴപ്പമില്ല. 440 പറയുമ്പോൾ സെയിം നമ്മുടെ വണ്ടി തന്നെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ല അത് വരികയാണെങ്കിൽ. പക്ഷെ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീറ്ററൊക്കെ വരുമോ എന്നൊക്കെ ഡൗട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ മീറ്റർ ഇത് വരാതിരിക്കാൻ വന്നില്ലെങ്കിൽ പിന്നെ മീറ്റർ ഇത് വന്നില്ല, മറ്റേ മീറ്ററാണെങ്കിൽ ഇത് വയ്ക്കുമ്പോൾ നന്നായിട്ടുണ്ടാവില്ല. സോ അറിയില്ല, വന്നാൽ കൊള്ളാം. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. നമുക്കപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.